ക്കാൻ ആരംഭിച്ചതോടെ ഗുരുബാബ മുക്കാൽ ഭാഗം അതായത് 75% ഉപവാസത്തിലായി മാറി. അപ്പോൾ 2003 ഗുരുബാബ ഈ സമഗ്രം എന്നുള്ള ഈ അനുഷ്ഠാനം കൊണ്ടുവരുന്നത്. അറിയാലോ, സമഗ്രം എന്ന് പറഞ്ഞാൽ പൗർണമി കഴിഞ്ഞ് 10 ദിവസത്തെ ഒരു നൊയമ്പാട്ടോ. അപ്പോൾ അത് എല്ലാ സ്ത്രീകളും എടുക്കുന്ന ഭയങ്കര ഈ അനുഷ്ഠാനങ്ങൾ. ഇപ്പോൾ അമാവാസ്യോപാസന, രാഹുൽ ജപം, ശനി ഉപ്പൊഴിവാക്കൽ, പിന്നെ അതുപോലെ മറ്റേ അരയാൽ പ്രദക്ഷിണം, ഇങ്ങനെ ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അനുഷ്ഠാനങ്ങളിലെ തീക്കട്ട എന്ന് പറയുന്ന സാധനമാണ് ഈ സമഗ്ര നവഗ്രഹ ധ്യാനം. ഭയങ്കര ഫലമാണ് ഇതിന്. അതായത് പൗർണമി കഴിഞ്ഞ് 10 ദിവസത്തെ ഒരു നൊയമ്പാണ്. അതായത് മുസ്ലിംസ് എടുക്കുന്ന പോലെ തന്നെ പകലൊന്നും കഴിക്കില്ല. രാത്രി ചന്ദ്രൻ ഉദിക്കുന്ന ആ വേളയിലാണ് അവർ ആ ഭക്ഷണ സമയക്രമമുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഞാനും ഇത് ചെയ്തിരുന്ന കേട്ടോ, വർഷങ്ങളോളം ചെയ്തിരുന്നത്. പിന്നെ ഞാൻ നിർത്തി. പിന്നെ ഇവിടെ ജോലി സ്ഥലമായ കാരണം അതൊന്നും പറ്റുന്നില്ല. രാത്രിയല്ലേ, അതിന് കൃത്യസമയത്ത് ഫുഡ് കഴിക്കേണ്ട ഓരോ ടൈമിനാണ് ആ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ 2003 ഈ സമഗ്ര നവഗ്രഹ ധ്യാനം തുടങ്ങിയതോടെ ഗുരുബാബ 75%